രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപങ്കജങ്ങളിലും പവിത്രമായിരിക്കുന്ന ഈ രാമായണ കാവ്യം നമുക്ക് പകർന്നു തന്ന വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡമാണ് ഇപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ വിഷയം. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് കൈകേയി മാതാവ് കാനനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നു. യുവരാജ്യാഭിഷേകം ഭരതന് നടത്തിക്കൊള്ളാം എന്നും രാമനോട് പറയുന്നു. എത്രയും വേഗം രാമൻ കാട്ടിലേക്ക് പോകണം എന്നുള്ളതാണ് കൈകേയിയുടെ ആവശ്യം. അത് കേട്ട മാത്രയിൽ ശ്രീരാമചന്ദ്രന് യാതൊരു ദുഃഖവും ഉണ്ടായില്ല. മുഖത്ത് യാതൊരു ഭാവഭേദവും സംഭവിച്ചില്ല. എപ്പോഴും എങ്ങനെയാണോ മുഖം ആനന്ദപൂർണമായിരിക്കുന്നത് അതേ പ്രകാരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ. അങ്ങേയറ്റം സന്തോഷത്തോടുകൂടി തന്നെ അദ്ദേഹം ഞാനിതാ ഇപ്പോൾ തന്നെ കാനനത്തിലേക്ക് പുറപ്പെടുന്നു എന്ന് കൈകേയിയോട് പറഞ്ഞു. അച്ഛനെയും കൈകേയിയെയും പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അവിടെ നിന്ന് ഈ വാർത്ത അമ്മയെ അറിയിക്കാനുണ്ട്, സീതാദേവിയെ അറിയിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് അമ്മയുടെ സമീപത്ത് ചെന്ന് അമ്മയെ അറിയിച്ചു. അമ്മയുടെ ദുഃഖം, കൗസല്യയുടെ ദുഃഖം അതിരട്ടതായിരുന്നു. ആ അമ്മയെ വല്ലവിധേനയും സാന്ത്വനപ്പെടുത്താനായിട്ട് ശ്രീരാമചന്ദ്രൻ വളരെയേറെ പ്രയത്നിച്ചു. ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന ലക്ഷ്മണകുമാരൻ അപ്പോൾ ആ അവസരത്തില് രാമനോട് പറഞ്ഞു. വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലുള്ള 21ാമത് സർഗം. ന രോചതേ മമാപ്യേതത് ആര്യേയത് രാഘവോ വനം ത്യക്ത്വാ രാജ്യശ്രിയം ഗച്ഛേത് സ്ത്രീയാ വാക്യവശങ്കത. കൗസല്യയോട് ലക്ഷ്മണൻ പറയാണ് രാമന്റെ മുന്നിൽ വെച്ചിട്ട്, അല്ലയോ അമ്മേ, കാനനത്തിലേക്ക് പോകരുത് എന്ന് അമ്മ ജ്യേഷ്ഠനോട് പറഞ്ഞു. ഞാനും അതിനെയാണ് അനുകൂലിക്കുന്നത്. ഇപ്പോ രാമൻ കാട്ടിലേക്ക് പോകുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഹിതകരമായിട്ട് തോന്നുന്നുമില്ല, അതെനിക്ക് സന്തോഷത്തെ ഉളവാക്കുന്നുമില്ല. ശ്രീരാമചന്ദ്രൻ കാനനത്തിലേക്ക് പോകുന്നത് മഹാരാജാവിന്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടാണ്. ആ മഹാരാജാവാകട്ടെ കൈകേയിയുടെ വാക്കിന് വശംവദനായി തീർന്നിരിക്കുന്നു.
ധർമ്മത്തിന് വിരുദ്ധമാണ് രാമനോട് കാനനത്തിലേക്ക് പോകാനായി ആവശ്യപ്പെടുന്നത്. രാജ്യം പിതൃപൈതാമഹമായിട്ട് ശ്രീരാമചന്ദ്രന് അവകാശപ്പെട്ടതാണ്. മഹാരാജാവ് വിളിച്ചു ചേർത്ത സഭ ഏകകണ്ഠമായിട്ട് പാസാക്കി, ഏകകണ്ഠമായിട്ട് തീരുമാനമെടുത്തു. ശ്രീരാമചന്ദ്രനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കണം എന്ന്. മഹാരാജാവിന്റെ തീരുമാനത്തെ, ആഗ്രഹത്തെ അവരെല്ലാവരും കൂടി അംഗീകരിക്കുകയായിരുന്നു. അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങളെല്ലാം ഒരുങ്ങിയും കഴിഞ്ഞു. അയോധ്യ ഉത്സവം ആഘോഷിക്കുന്നു. നേരം പുലരാൻ ഇനി അധിക സമയമില്ല. അപ്പോഴേക്കും അഭിഷേകമാണ്. ആ മുഹൂർത്തത്തില് മഹാരാജാവായിരിക്കുന്ന ദശരഥൻ കൈകേയിയുടെ വാക്കിന് വശംവദനായിട്ട് രാമനെ ഇതാ കാനനത്തിലേക്ക് പോകാനായിട്ട് അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. ആവശ്യപ്പെടുന്നത് കൈകേയിയാണ്. അങ്ങനെ കൈകേയി ആവശ്യപ്പെടുമ്പോ രാജാവും അതിന് സമ്മതം മൂളുമ്പോ ശ്രീരാമചന്ദ്രൻ തനിക്ക് അവകാശപ്പെട്ടതായ സിംഹാസനവും കിരീടവും രാജ ഐശ്വര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത്. ബന്ധുക്കളാരുമില്ലാത്ത, സുഹൃത്തുക്കളാരുമില്ലാത്ത, വിപത്തുകളുടെ മുഴുവനുള്ള ഭൂമിയായിരിക്കുന്ന കാനനത്തിലേക്ക് രാമൻ പോകുന്നു. അതും 14 വർഷത്തിലേക്കാണ്. ഇതിനോട് എനിക്ക് ഒരു പ്രകാരത്തിലും യോജിക്കാനാവുന്നില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കൈകേയിയുടെ വാക്കിന് വശംവദനായിരിക്കുന്ന മഹാരാജാവിന്റെ ഈ ആഗ്രഹത്തെ അംഗീകരിക്കാനാവില്ല. ലക്ഷ്മണൻ ക്രോധത്തോടുകൂടിയിട്ട് തീ പോലെ ആളിപ്പടർന്നുകൊണ്ട് കൗസല്യയോട് പറഞ്ഞു. അദ്ദേഹം വിപരീതശ്ച വൃദ്ധശ്ച വിഷയൈശ്ച പ്രദർശിതഃ നൃപഃ കിമിവ ന ബ്രൂയാത് ചോദ്യമാന സമന്മഥ. അദ്ദേഹത്തിന്റെ ബുദ്ധിയെല്ലാം ആകെ വിപരീതമായി കഴിഞ്ഞിരിക്കുന്നു. ധർമ്മത്തിന്റെ പന്ഥാവിലൂടെയിട്ട് ലോകത്തെ നയിക്കാൻ കടപ്പെട്ടയാളാണ് അദ്ദേഹം. ഇത്രയും കാലം അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ ബുദ്ധി ധർമ്മ വിരുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനാകട്ടെ പ്രായവും ഏറെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വൃദ്ധശ്ച, പ്രായവും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, വിഷയൈശ്ച പ്രദർശിതഃ, ഭൗതികമായിരിക്കുന്നതായ സാഹചര്യങ്ങളും സുഖങ്ങളും സ്ഥാനമാനങ്ങളും അധികാരവും ഒക്കെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹം മന്മഥനാൽ പ്രേരിതനാകുമ്പോ ഇതിലപ്പുറവും പറയും. എന്തൊക്കെയാണ് അദ്ദേഹം പറയാത്തത്, എന്തൊക്കെയാണ് അദ്ദേഹം കൽപ്പിക്കാത്തത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ശേഷിച്ചും കാമദേവൻ അദ്ദേഹത്തെ അങ്ങേയറ്റം പ്രലോഭിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. അങ്ങനെയുള്ളതായ അദ്ദേഹത്തിന്റെ ആ വാക്ക് ഒരു കാരണവശാലും അംഗീകരിക്കേണ്ടതില്ല. അദ്ദേഹം ഇതിലേറെയും പറയും. രാമനെ കാനനത്തിലേക്ക് അയക്കണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ളതായ കാരണം വേണമല്ലോ. അല്പ നിമിഷങ്ങൾ മുമ്പ് വരെ ഉണ്ടായിട്ടില്ലാത്തതായ കാരണം ഇപ്പോൾ എങ്ങനെ ഉദിച്ചു? എനിക്കറിയാമല്ലോ രാമൻ ആരാണ് എന്ന്, രാമന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്ന്. നാസ്യ അപരാധം പശ്യാമി നാപി ദോഷം തഥാവിധം ഏന നിർവാസ്യതേ രാഷ്ട്രാത് വനവാസായ രാഘവ. ശ്രീരാമചന്ദ്രന് കിരീടം കൊടുക്കാതെ രാമനെ കാട്ടിലേക്ക് വനവാസത്തിനായിട്ട് പറഞ്ഞയക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ദോഷം ഉണ്ടാവണം. പക്ഷേ അദ്ദേഹത്തിൽ യാതൊരു ദോഷവും കാണുന്നില്ലല്ലോ അതിന് പ്രകാരം. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ യാതൊരു കുറവും കാണുന്നില്ലല്ലോ. അദ്ദേഹം എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, അദ്ദേഹത്തെ കാട്ടിലേക്ക് പറഞ്ഞേക്കാം. അങ്ങനെയും സംഭവിച്ചിട്ടില്ലല്ലോ. കാരണത്തിലേക്ക് അദ്ദേഹത്തെ അയക്കത്തക്ക രീതിയിൽ യാതൊരു അപരാധവും ഞാൻ കാണുന്നില്ല. ഞാനെന്നല്ല, ഈ ലോകത്തിൽ ആരും തന്നെ കാണുന്നില്ല.
അങ്ങനെ ഇരിക്കവേ അദ്ദേഹത്തെ എന്തിന് കിരീടം നിഷേധിച്ചിട്ട് കാട്ടിലേക്ക് അയക്കുന്നു? നതം പശ്യാമ്യഹം ലോകെ പരോക്ഷമപിയോ നരഹ സ്വമിത്രോപി നിരസ്തോപി യോസ്യ ദോഷമുദാഹരേത്. ഈ ലോകത്തില് ഒരൊറ്റ ആളിനെയും രാമനെ കുറ്റം പറയുന്നവരായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ആരും തന്നെ ഈ ലോകത്തിലില്ല. ഈ ലോകത്തിലുള്ളവരെല്ലാം രാമനാൽ അംഗീകരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്തവരാണ്. എങ്കിലും രാമൻ എതിർത്ത കുറെ ആളുകളുണ്ട്. ആരാണോ അധർമ്മത്തിന്റെ മാർഗത്തിലൂടെ പോകാൻ ഇഷ്ടപ്പെടുന്നത് അവരെല്ലാം രാമൻ തോൽപ്പിച്ചിട്ടുണ്ട്, എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. മാരീച സുബാഹുക്കളുടെയൊക്കെ കാര്യങ്ങൾ, അതേപോലെ ഇതിനിടയ്ക്ക് അയോധ്യയിലേക്ക് കടന്നു കയറിയിട്ട് ചില ശല്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രയത്നിച്ച ആളുകൾ, അങ്ങനെയൊക്കെ ചിലരുണ്ടാകും ഈ ഭൂമിയിൽ. രാമനാൽ നിരാകൃതരായവർ, തള്ളിക്കളയപ്പെട്ടവർ. എന്തുകൊണ്ടെന്നാൽ അവര് അധർമ്മത്തിന്റെ മാർഗത്തിലൂടെയാണ് പോകുന്നത്. രാമൻ അവരെ എതിർക്കും, തോൽപ്പിക്കും, കീഴമർത്തും. അങ്ങനെ അപൂർവമായിട്ട് രാമനാൽ കീഴടക്കപ്പെട്ടവരുണ്ട്, തള്ളിക്കളയപ്പെട്ടവരുണ്ട്. എന്നാൽ രാമനാൽ അങ്ങേയറ്റം ആദരിക്കപ്പെട്ടവർ ധാരാളമുണ്ട്. അങ്ങനെ ഈ ലോകത്തുള്ള മനുഷ്യര് ഈ രണ്ട് പ്രകാരത്തിൽ ഏതെങ്കിലും ഒന്നിൽപ്പെടും. രാമനാൽ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലോ രാമനാൽ നിരാകരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലോ ഒരൊറ്റയാളിനെ പോലും ഞാൻ കാണുന്നില്ല രാമനിൽ എന്തെങ്കിലും പ്രകാരത്തിലുള്ള ദോഷം ആരോപിക്കുന്നവരായിട്ട്. രാമനാൽ ബഹുമാനിതർ രാമനെ എപ്പോഴും പുകഴ്ത്തും. നമുക്ക് മനസ്സിലാക്കാം, രാമനാൽ തോൽപ്പിച്ച് ഓടിക്കപ്പെട്ടവർ, നിരസിക്കപ്പെട്ടവർ, അടിച്ചമർത്തപ്പെട്ടവർ, അവർക്ക് രാമനോട് വിരോധം ഉണ്ടാവും ഉള്ളില്. അവരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം രാമനെ കുറിച്ച് പറയേണ്ടി, അവര് പോലും പറയുന്നില്ല. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെ രാമനില് ഒരു പ്രകാരത്തിലും ദോഷം കാണുന്നില്ല. അങ്ങനെ ഇരിക്കവേ രാമനെ എന്ത് ദോഷത്തിന്റെ പേരിലാണ് രാജാവ് കാനനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്? ലക്ഷ്മണൻ ക്രോധത്തോടു കൂടിയിട്ട് ചോദിക്കാണ്.